ചെറിയമ്മേ, ഇനി എന്റെ ദേഹത്തെ കൈ വെക്കരുത്. ഓഹോ, അവളുടെ ഭീഷണി കേട്ടില്ലേ ചെറിയമ്മേ? അവളുടെ കാരണം നോക്കി ഒരെണ്ണം കൊടുക്ക ചെറിയമ്മേ. എടീ, വിടാൻ കൈ വിടേ, കൈ വിടാൻ. പണ്ടത്തെ പോലെ നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ പ്രതികരിക്കില്ല എന്ന് കരുതരുത്. പണ്ട് നിങ്ങളുടെയൊക്കെ മുന്നിൽ തലകുനിച്ച് നിന്ന രാധികയല്ല ഞാൻ. അടിച്ച തിരിച്ചടിക്കാനും എനിക്കറിയാം. കേട്ടോ ചെറിയമ്മേ? ഞാൻ പറയുന്നത് നിങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ കൂടി എന്റെ നേരെ കൈ ഓങ്ങി നോക്ക്. ദേ, ഇത്രയും നാളത്തെ കണക്കുകളെല്ലാം തീർത്ത് ചെറിയമ്മയ്ക്ക് ഞാൻ മറുപടി തരും. എന്റെ ഏട്ടത്തി, ചെറിയമ്മയ്ക്ക് പറ്റാത്തത് ഏട്ടത്തിക്ക് പറ്റണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ഏട്ടത്തി ഈ അനുജത്തിയുടെ ഒപ്പം പിടിച്ചു നിൽക്കണം. ഇത്രയും കാലം മറ്റുള്ളവരുടെ ഭീഷണി കേട്ട് ജീവിതം എന്താണെന്ന് മറന്നുപോയവളാ ഞാൻ. ഇപ്പോ ജീവിക്കാനാ എന്റെ തീരുമാനം. അതിന് ആര് തടസ്സം നിന്നാലും ആ തടസ്സം എങ്ങനെ നീക്കണമെന്ന് ഈ രാധികയ്ക്കറിയാം.